ഇടുക്കി നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെതിരെ ഗുരുതര ആരോപണമായി ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത ഷീബയുടെ കുടുംബം രംഗത്ത് വരികയാണ്. ഷീബയെ ആത്മഹത്യ ചെയ്യാൻ ഈ ജീവനക്കാർ പ്രേരിപ്പിച്ചു എന്നതാണ് ഗുരുതരമായ ആരോപണം. പൊള്ളലേറ്റ ഷീബയെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്നൊരു ഗുരുതര ആരോപണം കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ആ വാർത്തയിലേക്കൊന്ന് പോകാം. മറ്റു മണ്ഡലങ്ങൾക്ക് പിന്നെ. നെടുങ്കണ്ടം ആശാരിക്കണ്ടത്തെ 13 സെന്റ് സ്ഥലവും വീടും പണയപ്പെടുത്തി 2015 ജോസഫ് ആന്റണിയാണ് 25 ലക്ഷം രൂപ വായ്പയെടുക്കുന്നത്. ഇത് നിലനിർത്തി സ്ഥലം നവജ്യോതി എന്നയാൾക്ക് ആദ്യം വിറ്റു. പിന്നീട് 2017 41 ലക്ഷം രൂപയ്ക്ക് ഷീബയും കുടുംബവും ഈ സ്ഥലവും വീടും വാങ്ങി. വായ്പയിൽ 15 ലക്ഷം രൂപ ബാങ്കിൽ അടക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ തിരിച്ചടവും മുടങ്ങി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോടതിയെ സമീപിച്ച് ജപ്തി നടപടിക്കുള്ള ഉത്തരവ് സമ്പാദിച്ചു. ജപ്തി നടപടിക്കെത്തിയപ്പോഴായിരുന്നു ആത്മഹത്യാശ്രമം. ജപ്തി നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും 22-ാം തീയതി വരെ സമയം അനുവദിക്കണമെന്നുമുള്ള ഷീബയുടെ ആവശ്യം ബാങ്ക് അധികൃതർ അംഗീകരിച്ചില്ലെന്നും കുടുംബം പറയുന്നു. നിലവിൽ 15 ലക്ഷം രൂപ ലോണ് 15 വർഷത്തെ സാവകാശം ഉണ്ടെന്നും പറഞ്ഞാണ് ഞങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. ഞങ്ങളുടെ അമ്മയുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തന്നു. നവജ്യോതിയിൽ നിന്ന് ഞങ്ങൾ ഇത് വാങ്ങി. പിന്നെ ഇത് കേസായി ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് അറിയുന്നത്. ഇത്ര വർഷം മുന്നേ ഇത് ലോൺ എടുക്കാനും ആ ലോണുള്ള സ്ഥലം നവജ്യോതിക്ക് വിറ്റു. നവജ്യോതി അത് ഞങ്ങൾക്ക് വിറ്റു. വാക്കാൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ ഈ ജോസഫ് ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി ട്രാപ്പിൽ പെടുത്തിയതാണ്. ജോസഫ് ആന്റണിയുടെ പേരിലല്ല ഈ സ്ഥലം ഓൾറെഡി മുന്നാധാരത്തിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായ സാനിയ ജോസഫിന്റെ പേരിലാണ്. അയാള് എങ്ങനെ ഈ ലോൺ എടുത്തു? ലോൺ കിടക്കുന്ന ജോസഫ് ആന്റണിയുടെ പേരിൽ. ഇത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ബാങ്കുകാർക്ക് പറയാൻ ജോസഫ് ആന്റണി വരണം. തീപിടുത്തമുണ്ടായപ്പോൾ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് ജീവനക്കാരും പോലീസും രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. വിവരമറിഞ്ഞ് നെടുങ്കണ്ടത്ത് നിന്നുമെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും പൊള്ളലേറ്റ് കിടന്ന ഷീബയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചില്ലെന്നും പരാതിയുണ്ട്. അതേസമയം നിയമ നടപടികൾ പാലിച്ചാണ് ജപ്തി നടത്തിയതെന്ന നിലപാടിലാണ് ബാങ്ക് അധികൃതർ. 24 ഇടുക്കി.